സ്കൂട്ടർ അല്ലെങ്കിൽ സ്കൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടാങ്ക് വരുന്നത് പിറകിലാണെന്നാണ് എല്ലാവരുടെയും ആ ഒരു ഉപയോഗിക്കുന്ന ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ TVS ജുപ്പിറ്റർ നല്ല മൈലേജ് ഉള്ളതെന്നാണ് എനിക്ക് 1250.9 അതായത് 1250 കിലോമീറ്ററും 900 മീറ്ററും. വരെ നമ്മുടെ എല്ലാ കുട്ടികളും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരു വണ്ടി എടുത്തിട്ട് ഏകദേശം 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോയ്ക്കകത്ത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള പല കമ്പനികളിലും നമ്മുടെ എല്ലാ മച്ചന്മാരും ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ മൈലേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാട്ടുപുതുശ്ശേരിയിലുള്ള ഒരു പെട്രോൾ പമ്പിലാണ്. നമ്മളിപ്പോൾ വണ്ടിക്ക് അടിക്കുന്നത് E20 ആണ്. E20 പെട്രോളാണ് അടിക്കാൻ പോകുന്നത്. ജസ്റ്റ് നമുക്ക് വണ്ടിയിൽ ചാവി ഒന്ന് ഓണാക്കിയിട്ട് ഇപ്പോൾ കറക്റ്റ് എത്രയുണ്ട് കിലോമീറ്റർ നോക്കാം. ഇതേ 1250.9 അതായത് 1250 കിലോമീറ്ററും 900 മീറ്ററും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോൾ കറണ്ട് ഈ ഒരു എണ്ണ അടിക്കുന്ന സമയത്തുള്ള കിലോമീറ്റർ. ഇതിപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. അപ്പം ചേട്ടൻ ഇപ്പോൾ എണ്ണ അടിക്കും. ഫുള്ളായോ? ഒരു പോയിൻ്റ് അടിച്ച് 380 ആക്കാൻ പറ്റുമോ? ഇല്ല ചടി പോലെ അതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വണ്ടിക്കകത്ത് നമ്മളിപ്പോൾ ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്. 379 രൂപ 20 പൈസ. ടോട്ടലി 3 ലിറ്ററും 54 മില്ലി അല്ലേ? അതിൽ കണക്ക് 54 പോയിന്റ്. അപ്പോൾ അത്ര ആയിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ നേരെ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വണ്ടിയുടെ വഴി വെച്ചേക്കാണ്. പെട്രോൾ പമ്പിൽ അത്യാവശ്യം തിരക്കായതുകൊണ്ട് ബാക്കി വിശേഷങ്ങളൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പം ഉപയോഗിക്കുന്ന ഈ വണ്ടി എന്ന് വെച്ചാൽ TVS ജുപ്പിറ്ററാണ്. TVS ജുപ്പിറ്റർ എന്ന് കേൾക്കുമ്പോഴത്തേക്കും പല മച്ചന്മാർക്കും അറിയാം, ഓ ഈ വണ്ടി ഓൾറെഡി മാർക്കറ്റിൽ ഉള്ളതാണല്ലോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനല്ല കേട്ടോ. TVS ജുപ്പിറ്ററിൻ്റെ പല വേരിയൻറ്റുകളും വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനാണിത്. ഇതിനകത്ത് ഞാനിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നോർമലി ഏതൊരു സ്കൂട്ടി ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് വണ്ടിയുടെ ടാങ്ക് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കുമല്ലോ, ഈ പിറകിലായിരിക്കും. അപ്പോൾ ഇവിടെയാണെന്നാണ് ചിന്തിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈ സെയിം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാലോടുള്ള ഒരു പെട്രോൾ പമ്പിൽ കയറി വണ്ടിക്ക് എണ്ണ അടിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിനി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ, ചേച്ചി പിറകിലല്ല ഫ്രണ്ടിലാണ്. TVS പുതിയ വണ്ടിക്കകത്ത് ഇപ്പോൾ ടാങ്ക് ഫ്രണ്ടിലാണ് വന്നത്. ആ ഒരു ചേച്ചി വന്നിട്ട് നേരെ ഇവിടെ വന്ന് തപ്പാണ് വണ്ടിക്ക് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞു തരാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നോർമലി സ്കൂട്ടർ അല്ലെങ്കിൽ സ്കൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടാങ്ക് വരുന്നത് പിറകിലാണെന്നാണ് എല്ലാവരുടെയും ആ ഒരു ചിന്ത. കാര്യം അവരെ തെറ്റി പറയാൻ പറ്റില്ല, വണ്ടികളിലെല്ലാത്തിലും അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു TVS ജുപ്പിറ്ററിൽ ഇത് വന്നിരിക്കുന്ന ടാങ്ക് ഇവിടെ നിന്നുണ്ടോ, ഫ്രണ്ടിലാണ്. അപ്പോൾ ഇങ്ങനെ ടാങ്ക് വരുമ്പോഴേക്കും നമുക്കൊരു ഉപയോഗം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വിത്ത് ഫാമിലിയായിട്ട് പോവുകയാണെങ്കിലും സുഹൃത്തുക്കളായിട്ട് പോവുകയാണെങ്കിലും ഈ വണ്ടി നിർത്തി എണ്ണ അടിക്കുന്ന സമയത്ത് വണ്ടിയുടെ പുറത്തുനിന്ന് ചാടി താഴെ ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അതൊരു നല്ലൊരു ഫ്യൂച്ചറാണ് കേട്ടോ. ഇതെനിക്ക് ഒരുപാട് നന്നായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഞാനെന്തായാലും യാത്ര തുടർന്നു. ഞാൻ സിറ്റിയിലേക്കാണ് പോകുന്നത്. എൻ്റെ ഡെയിലി ലൈഫ് സിറ്റിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചുണ്ടത്തുള്ള തകരപ്പറമ്പിലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി കൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തു, സൈഡാക്കി. ഇതുവരെയുള്ള കിലോമീറ്റർ 1297.4 1297 കിലോമീറ്റർ 400 മീറ്റർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. നമ്മുടെ യാത്ര ആരംഭിച്ചത് പള്ളിക്കൽ കാട്ടുതുശ്ശേരിയുള്ള ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ഇതുവരെ ഏകദേശം 47 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ വണ്ടിക്ക് ഇനി ഒരു 17 കിലോമീറ്റർ കൂടി ഓടിയതിന് ശേഷം നമ്മുടെ വണ്ടിക്ക് ഫുൾ ടാങ്ക് എണ്ണ ഒന്നുകൂടി അടിക്കും. അപ്പോൾ എത്ര കുറവുണ്ടെന്ന് അറിയില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഒന്നുകൂടി എണ്ണ അടിച്ചിട്ടാണ് നമ്മുടെ മൈലേജ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കല്ലമ്പലം, അതായത് കാട്ടുപുശ്ശേരിയിൽ നിന്ന് കല്ലമ്പലത്തിൽ നിന്ന് ആറ്റിങ്ങലിൽ നിന്ന് കഴക്കൂട്ടം റോഡ് വഴിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് മെയിൻ MC റോഡ്, MC എല്ലാം NH അല്ലേ? യെസ്, ആ ഒരു NH റോഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ വന്ന വഴിക്കുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിലാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കണം, നമ്മുടെ കാര്യങ്ങൾ നടക്കാം. ഞാനേ എൻ്റെ ജോലിക്ക് പോകണം. ഞാൻ പോയി കുറച്ച് പരിപാടിച്ചോടെ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാം. ശേഷമാണ് നമ്മുടെ ബാക്കി റൈഡ് തുടങ്ങുന്നത്. നമ്മളിപ്പോൾ സിറ്റിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി പമ്പ് കയറി അടുത്ത റൗണ്ട് എണ്ണ അടിക്കാം കേട്ടോ. ഇപ്പം 105 അങ്ങനെ വണ്ടി ഫുള്ളായിട്ടുണ്ട്. സെറ്റ്. അപ്പം ഇതുവരെ ഉള്ളത്
108 കറക്റ്റ് 1 ലിറ്റർ അല്ലേടാ 1 ലിറ്ററും ഒരു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാൻ പോയാണ്. നമ്മുടെ വണ്ടി ഞാൻ ഇങ്ങനെ മൈലേജ് ഒക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് കറക്റ്റ് ഒരു 63 കിലോമീറ്റർ മൈലേജാണ്. നമ്മുടെ ഈ ഒരു വണ്ടി ട്രാവലിംഗ് തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1250 പിന്നെ നമ്മുടെ വണ്ടി ഇപ്പോൾ നിൽക്കുന്ന സമയത്തുള്ളത് 1313 കേട്ടോ. അതെന്താ ഇവിടെ വെച്ചല്ല ഞാൻ ചെക്ക് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ എണ്ണ അടിച്ചിരിക്കുന്നത് നമ്മൾ സിറ്റിയിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്കൊരു പമ്പിൽ കയറിയിട്ടാണ്. അപ്പം കറക്റ്റ് 63 മൈലേജാണ് എനിക്ക് പെർ ലിറ്ററിൽ കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ വണ്ടി അവിടെ നിന്ന് യാത്ര തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുവശ്ശേരിയിലുള്ള പെട്രോൾ പമ്പിൽ നിന്നാണ്. അതുവഴി നേരെ കല്ലമ്പലത്തിൽ നിന്ന് ആറ്റിങ്ങിൽ നിന്ന് കഴക്കൂട്ടം വഴിയാണ് നമ്മൾ തകരപ്പറമ്പിലേക്ക് പോയത്. അപ്പോൾ ആ പോകുന്ന വഴി അത്യാവശ്യം ഞാൻ കൈ കൊടുത്താണ് പോയത്. NH ആയിരുന്നു റോഡ്. അത്യാവശ്യം ഞാൻ കൈ കൊടുത്ത് പോയത് കൊണ്ടായിരിക്കണം എനിക്ക് 63 മൈലേജ് കിട്ടിയിരിക്കുന്നത്. കമ്പനി പറയുന്നത് ഈ വണ്ടിക്ക് 65 മൈലേജ് കിട്ടുമെന്നാണ്. അപ്പം നോർമലി നമ്മൾ റഫ് യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു വണ്ടി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വണ്ടിക്ക് എന്ത് തന്നെയാണെങ്കിലും 65 തന്നെ മൈലേജ് കിട്ടുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു വണ്ടിക്ക് ഞാൻ അടിച്ചിരിക്കുന്നത് E20 ആണ്. E20ന്ന് ഞാൻ നോർമൽ പെട്രോൾ അടിക്കുന്ന സമയത്തേക്ക് എനിക്ക് ചെറിയ ഡിഫറൻസ് തോന്നിയായിരുന്നു. E20 ആണ് കുറച്ചുകൂടി നല്ല മൈലേജ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഏതെങ്കിലും വച്ചാൽ ഈ കാണുന്ന TVS ജുപ്പിറ്ററിൻ്റെ ഏറ്റവും പുതിയ വേരിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇതേ അടുത്തിരിക്കുന്ന ജുപ്പിറ്റർ ഉണ്ടല്ലോ, ഈ വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം. മൈലേജിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ ബാക്കി യൂസർ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ നിങ്ങൾക്ക് പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു വ്ലോഗിൽ.